ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഫിറ്റിങ്സ് കാര്യങ്ങളുടെയൊക്കെ പേരുകളും അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതെന്നൊന്ന് ചെറിയ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മളൊന്ന് വീഡിയോ ചെയ്യുന്നത്. ആദ്യമേ തന്നെ നോക്കുക, 2 ഇഞ്ചിൻ്റെ മെറ്റീരിയൽസാണ് ഈ കാണുന്നത്. 2 ഇഞ്ച് 63 എന്നാണ് പറയുന്നത്. 63 mmൻ്റെ വൈ ആണ് വരുന്നത്. അതായത് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടർ ലൈനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ വേസ്റ്റ് ലൈനിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് വേസ്റ്റ് ലൈൻ ഡ്രൈനേജ് ഒക്കെ പോകുന്ന സ്ഥലങ്ങളിലാണ് യൂസ് ചെയ്യുന്നത്. ബ്ലോക്ക് വരാതെ ഏറ്റവും നല്ല ഒരു പ്രൊഡക്ട്സ് ആയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ എയർ കോളാണ് വരുന്നത്. എയർ കോളിൻ്റെ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എയറിൻ്റെ സിസ്റ്റം പാസ് ചെയ്യാനായിട്ട് എയർ സിസ്റ്റം ചില ഡ്രൈനേജ് സിസ്റ്റങ്ങളിൽ എയർ സിസ്റ്റം നമ്മൾ കൊടുക്കണം. കാരണം കുഴിയിൽ നിന്നുള്ള സ്മെല്ലും അതുപോലെ തന്നെ ആ സ്മെല്ല് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തേക്കൊന്നും കയറി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, എയർ പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൊതുക് വരാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ആ സ്റ്റീലിൻ്റെ മെറ്റീരിയലും കൊടുത്തിരിക്കുന്നത്. അടുത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷോർട്ട് ബെൻഡാണ് വരുന്നത്. 2 ഇഞ്ച് ഷോർട്ട് ബെൻഡാണ് വരുന്നത്. 63 തന്നെ 2 ഇഞ്ചിൻ്റെ ഷോർട്ട് ബെൻഡ്. അതായത് ബെൻഡ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. വലിയ ബെൻഡും ഉണ്ട്, ചെറിയ ബെൻഡും ഉണ്ട്. അതായത് നമ്മുടെ ഏതാണോ പൊസിഷൻ അനുസരിച്ചിട്ട്, അതായത് ലെങ്ത്തിന് എവിടെയാണോ സൂട്ട് ആവുന്നതിനനുസരിച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് സാധാരണ ബെൻഡ് വരുന്നത്. അത്രയും ലോങ് വരുന്നുണ്ട്. അത്രയും PVC മെറ്റീരിയൽസാണ്. ആദ്യത്തെ വരുന്നത് PVC പൈപ്പ് അതുകൊണ്ട് വളച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് മോൾഡിംഗ് ആണ് വരുന്നത്. ഷോർട്ട് ബെൻഡാണ് വരുന്നത്. അതിൻ്റെ ബെൻഡിൻ്റെ ആകൃതി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. വേസ്റ്റ് ലൈനാണെങ്കിലും വാട്ടർ ലൈനാണെങ്കിലും സുഗമമായ ഒഴുക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ബെൻഡാണ് ഏറ്റവും യൂസ് ചെയ്യുക ഏറ്റവും നല്ലത്. എൽബോനേക്കാൾ ബെറ്റർ ബെൻഡാണ്. എന്താ എൽബോ എന്ന് പറയുന്ന സമയത്ത് ഒരു 90 ഡിഗ്രിയാണ് വരുന്നത്. പക്ഷേ നമ്മൾ ബെൻഡും അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബെൻഡിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഈ എൽബോൻ്റെ ഉള്ളെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിരിക്കും. പക്ഷേ ബെൻഡിൻ്റെ ഉള്ളെന്ന് വെച്ചാൽ വളരെ സുഗമമായിട്ട് ഒഴുകി പോകുന്നതിന്, വെള്ളം ഒഴുകി പോകുന്നതിന് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ബെൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൽബോനേക്കാൾ ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബെൻഡ് തന്നെയാണ്. അതായത് മാക്സിമം നമുക്ക് ബെൻഡ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് 1 ഇഞ്ച് 45 ആണ് വരുന്നത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കേണ്ട, നമുക്ക് പല രീതിയിൽ പൈപ്പുകളും കാര്യങ്ങളൊക്കെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പോൾ 32 mmൻ്റെ 45 എൽബോണ് ആ കണ്ടത്. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ നേരത്തെ കണ്ട ബെൻഡ് തന്നെയാണ് വന്നത്. ഇനി നമുക്ക് അടുത്ത ഫിറ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ കപ്ലിംഗ് ആണ് വരുന്നത്. അതായത് 1 ഇഞ്ച് കപ്ലിംഗ്, 32 mmൻ്റെ കപ്ലിംഗ്. 2 പൈപ്പുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ആണിത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പൈപ്പുകൾ തമ്മിൽ പശ വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കണ്ട, അതായത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കപ്ലിംഗ് ആണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ എല്ലാ ഇതിൻ്റെയും കപ്ലിംഗ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് 4 ഇഞ്ചിൻ്റെ, അതായത് 110 mmൻ്റെ 4 ഇഞ്ച് പൈപ്പ്, ഡ്രൈനേജിന് വരുന്ന 4 ഇഞ്ച് പൈപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കപ്ലിംഗ് ആണ് വരുന്നത്. അതിൻ്റെ ഗേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ചൊരു കനം കൂടുതലായിരിക്കും. ഹെവി മെറ്റീരിയൽ ആയതുകൊണ്ട്, വലിയ പൈപ്പ് ആയതുകൊണ്ട് ഹെവി മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് റെഡ്യൂസറാണ്. അതായത് 32 mmൽ നിന്ന് നേരെ ഈ 25 mmലേക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 1 ഇഞ്ച് പൈപ്പിൽ നിന്ന് 3/4 ഇഞ്ച് പൈപ്പായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്തെടുക്കുന്നതിനുണ്ട്. വെള്ളത്തിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. 1 ഇഞ്ച് പൈപ്പിൽ നിന്ന് നമുക്ക് 3/4 ഇഞ്ച് പൈപ്പിലേക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റെഡ്യൂസറാണ് ഇത് വരുന്നത്. റെഡ്യൂസറും ബുഷും ഈ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അതിനെക്കുറിച്ചിട്ട്. ഇത് 45 ആണ് വരുന്നത്. നേരത്തെ പണ്ട് തന്നെ 1 ഇഞ്ചിൻ്റെ തന്നെ 45 കുറച്ചുകൂടി PN60 ക്വാളിറ്റിയാണ് വരുന്നത്. അതായത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. PN60 എന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടി ഹാർഡ് മെറ്റീരിയൽ ആയിരിക്കും, ഹൈ ക്വാളിറ്റി ആയിരിക്കും. അതാണ് ആ കളർ വ്യത്യാസം വന്നിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് വരുന്നത് 4 ഇഞ്ചിൻ്റെ 110 mmൻ്റെ 45s ആണ് വന്നത്. ഇത് 3 45 ഉണ്ട്. അത് ജസ്റ്റ് കടയിൽ കൊണ്ടുവന്നിരിക്കുന്നത്, അങ്ങനെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കത് ഓരോന്ന് ഊരിയെടുക്കാൻ സാധിക്കും. അത്രയും മാത്രമായിട്ടാണ് ഒരു 45 വരുന്നത്. പിന്നെ ഓരോ 45കളും പൈപ്പിൻ്റെ ആകൃതി, അതായത് എൽബോ, 45, ബെൻഡ്, അങ്ങനെ പല ഫിറ്റിങ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. അത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കൂടുതലും 45, ഇത് 1.5 ഇഞ്ച് 45. അത് നമുക്കിത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ലൈനിലും വരുന്നുണ്ട്, ഡ്രൈനേജ് സിസ്റ്റത്തിലും വരുന്നുണ്ട്. നമുക്ക് 45ൻ്റെ ഉപയോഗം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ബെൻഡ് ഉപയോഗിക്കുന്നതിനേക്കാളും അതുപോലെ തന്നെയാണ് ഈ 45 ഉപയോഗിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബുഷ് എന്ന് പറയുന്നത്. അതായത് 2 ഇഞ്ചിൽ നിന്നും 1.5 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. 2 ഇഞ്ച് പൈപ്പിൽ നിന്നും നമ്മൾ 1.5 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ബുഷ്. ഇതും അതുപോലെ തന്നെ 2 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്യുന്ന റെഡ്യൂസറാണ് കണ്ടത്. ഇത് രണ്ടിൻ്റെയും ഫംഗ്ഷൻ ഒന്നാണ് നടക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചത് നമുക്കൊന്ന് കണ്ടിരിക്കാം. ഇത് പൈപ്പിൻ്റെ ഫിറ്റിങ്സിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബുഷ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇത് 2 ഇഞ്ച് എൽബോ ആണ്. 2 ഇഞ്ച് ഫിറ്റിങ്സിൽ നിന്ന് 1.5 ഇഞ്ച് എടുക്കാനായിട്ട് ഫിറ്റിങ്സിൻ്റെ ഉള്ളിലേക്ക് ചില ഏരിയകളിൽ അങ്ങനെയാണ്. നമുക്ക് സ്ഥലം കാര്യങ്ങളൊക്കെ കുറവാകുന്ന സമയത്ത് ഫിറ്റിങ്സിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം. ഉള്ളിൽ നിന്നും നമുക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബുഷാണ് യൂസ് ചെയ്യുന്നത്. ബുഷ് എല്ലാ MMOയിലും നമുക്ക് ബുഷ് ലഭിക്കും. അതുപോലെ തന്നെ എല്ലാ mmൻ്റെ അകത്തും നമുക്ക് ബുഷ് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകം ജസ്റ്റ് നിങ്ങൾ കാണിക്കാം. ഇതിപ്പോൾ ഒരു 1.5 ഇഞ്ച് പൈപ്പാണെന്ന് വിചാരിച്ചു. 1.5 ഇഞ്ച് പൈപ്പിൽ നിന്ന് നമ്മൾ ഫിറ്റിങ്സിൻ്റെ ഉള്ളിലല്ല, ഫിറ്റിങ്സിൽ നിന്ന് പുറത്ത് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, നിങ്ങൾക്ക് അതിന് വ്യത്യാസം മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. കണ്ടോ,
അതായത് നമുക്ക് അതിൽ നിന്നും കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ 1.5 ഇഞ്ച് പൈപ്പിൽ നിന്ന് നേരെ 1 ഇഞ്ച് പൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റെഡ്യൂസറാണ്. അതുപോലെ തന്നെ ബുഷും റെഡ്യൂസറും അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫിറ്റിങ്സിനുള്ളിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ബുഷ് ഉപയോഗിക്കും. ഫിറ്റിങ്സിന് പുറത്ത് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ റെഡ്യൂസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബുഷും റെഡ്യൂസറും നമ്മുടെ ഏതാണോ അനുയോജ്യമായ സ്ഥലം അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടീ ആണ് വരുന്നത്. അടുത്ത ടീ ഓപ്ഷനാണ് വരുന്നത്. നമ്മുടെ മെയിനായിട്ട് വരുന്നത് നമുക്ക് 3 ബ്രാഞ്ചുകളിൽ നമുക്ക് കറക്റ്റ് 90 ഡിഗ്രി വരുന്ന ഏരിയകളിലേക്കൊക്കെ ഡിവൈഡ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കൂടുതലും വെള്ളത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഡ്രൈനേജ് സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് കണ്ടു പരിചയമായിട്ടുണ്ടാവും. ഇത് CPVC ആണ്. ഹോട്ട് വാട്ടറിൻ്റെ പ്രൊഡക്ട്സ് ആണ്. ഹോട്ട് വാട്ടറിന് വേണ്ടി ഉപയോഗിക്കുന്ന CPVC മെറ്റീരിയൽസ് ആണ്. ഇത് കപ്ലിങ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CPVC മെറ്റീരിയൽസ് തന്നെയാണ് വന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 45 ആണ് വന്നത്. ഇത് PVC മെറ്റീരിയൽസ് എൽബോ 3/4 ഇഞ്ചിൻ്റെ 25 mm എൽബോ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതും എൽബോ ആണ് വരുന്നത്. 1/2 ഇഞ്ചിൻ്റെ എൽബോ ആണ് വരുന്നത്. പിന്നെ ഈ മെറ്റീരിയൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് പൈപ്പുകൾ നമ്മൾ എവിടെയെങ്കിലും മതിൽമയോ അതുപോലെ തന്നെ ചുമരുമയോ ഒക്കെ കറക്റ്റായിട്ട് അടിച്ച് നിർത്തണമെങ്കിൽ, സ്ട്രോങ് ആയിട്ട് നിർത്തണമെങ്കിൽ ഉപയോഗിക്കുന്ന സാഡിൽസ് ആണിത്. ക്ലാംസ് എന്ന് പറയും, ക്ലാമ്പും അല്ലെങ്കിൽ സാഡിൽ. ഇത് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് 2 സൈഡുകളിലായിട്ട് കണ്ടാവും. ഈ 2 മുകളിലും താഴെയായിട്ട് കോൺക്രീറ്റ് ആണെങ്കിൽ സാധാ ആണി വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് സാഡിൽസ്. എല്ലാ പൈപ്പുകൾക്കും സാഡിൽസ് അവൈലബിൾ ആണ്. ഇത് CPCക്ക് വേണ്ടി സെപ്പറേറ്റ് വരുന്നുണ്ട്. CPC എന്ന് ഉദ്ദേശിച്ച ആ മെറ്റീരിയൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഐവറി കളർ വരുന്നത്. അതായത് ചൂടുവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പുകൾക്കെല്ലാം ആ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ഇത് CPVCയുടെ പൈപ്പാണ്. CPVCയുടെ പൈപ്പ് നമുക്ക് ഇതുപോലെ തന്നെ അതായത് സാധാ പൈപ്പുമായിട്ട് CPVC പൈപ്പിന് വ്യത്യാസങ്ങളുണ്ട്. ചെറിയ അളവിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സാഡിൽ സെപ്പറേറ്റ് നമ്മൾ പറഞ്ഞ് വാങ്ങിക്കണം. അതാണ് വ്യത്യാസം വരുന്നത്. കാരണം വെച്ചാൽ ഈ സാധാ 3/4 ഇഞ്ച് പൈപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാധാ PVCക്ക് ഉപയോഗിക്കുന്ന സാഡിൽ ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ചെറിയൊരു ലൂസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് PVCക്കുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ CPVCക്കുള്ള സാഡിലും അതുപോലെ തന്നെ മെറ്റീരിയൽസും വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസമുണ്ട്. ഇത് എൻഡ് ഗ്യാപ്പാണ് വരുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും നമുക്ക് ഒരു പൈപ്പ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് CPVCയുടെ തന്നെ എവിടെയെങ്കിലും ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആവശ്യം എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എൻഡ് ഗ്യാപ്പ് എന്ന് പറയും. അതായത് നേരെ ടോപ്പ് അടച്ചതിന് ശേഷം അടച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ് അത്. പിന്നെ വരുന്നത് OT പ്ലഗാണ് വരുന്നത്. ഇനിയും ഇഷ്ടംപോലെ പ്രൊഡക്ട്സുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനെക്കുറിച്ച് പറയുമ്പോൾ ലെങ്തി വീഡിയോ. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതനുസരിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഏത് പ്രൊഡക്ട്സാണ് അതിനെക്കുറിച്ചിട്ടാണ്, ഏത് ഗേജിൽ വരുന്നത് അല്ലെങ്കിൽ ഏത് സെക്ഷനിൽ വരുന്ന വാട്ടർ ലെയറിൽ വരുന്ന സെക്ഷനിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ വരുന്ന പ്രൊഡക്ട്സുകളെ കുറിച്ച് അറിയണമെന്ന് താല്പര്യം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.